ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഈദ് വ്ളോഗാട്ടോ. അപ്പോൾ തലേ ദിവസത്തെ പർച്ചേസിങ് മുതലാട്ടോ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. ഫാദിക്കും എൻ്റെ ഹസ്ബൻഡിനും നേരത്തെ ഡ്രസ്സ് എടുത്തുവെച്ചാണ്. എനിക്ക് പറ്റിയൊരു ഇത് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിലുള്ള ഡ്രസ്സാട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ കുക്കറും വാങ്ങിച്ചേ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം മെഹന്തിയൊക്കെ ഇട്ട്, മെഹന്തി പണ്ട് മുതൽ എൻ്റെ അനിയത്തി ഇട്ടിട്ടല്ലേ. ഓൾ അത്യാവശ്യം ഒരു വലിപ്പമാണ് വരെയൊക്കെ ഓള ഇട്ടുന്നത്. അതിന് മുന്നേ എൻ്റെ അമ്മ ഇട്ടിരുന്നത് ചെറുതാവുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള താത്തമാർ അങ്ങനെ ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അനിയത്തി വലുതായതിനു ശേഷം അനിയത്തി തന്നെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മെഹന്തി ഇടായിരുന്നു. ഇപ്പം ഞാനാണ് ഇട്ടത്. അട്ടർ ഫ്ലോപ്പാണെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങനെ ഒരു ട്രൈ ചെയ്തതാണ്. പിന്നെ ഫാദിൻ്റെ ഹെയർ കട്ട് ചെയ്യണ വീഡിയോ ചെയ്യുമോ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ വരലുണ്ട് കേട്ടോ. ഫാദി ഇതേ എൻ്റെ മുടി മുറിക്കണ്ടേന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കണേ. അപ്പോൾ ഓൻ്റെ അബ്ബനാണ് ഓൻ്റെ ഹെയർ കട്ട് ചെയ്തത്. പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല, മറ്റേ പച്ചക്കട്ട് പോലെ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്തത്. ഈ പ്രാവശ്യം മാഷാ അല്ലാഹ് നമുക്ക് നോമ്പ് 30 കിട്ടിയിട്ടുണ്ടോ. അപ്പം ഇനിയിപ്പോൾ തലേന്ന് ഞാൻ കുറച്ച് പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പിന്നെ പായസം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികൾ തലേന്നേ തീർത്ത് വെച്ചിന്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. പെരുന്നാളിൻ്റെ ഒരു വൈബൊക്കെ കിട്ടണമെങ്കിൽ പുറത്തിറങ്ങിയിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഷവർമ കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലെത്തി. അങ്ങനെ ഇങ്ങനെ പെരുന്നാളിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ കേട്ടോ. നല്ല ചായയൊക്കെ കുടിച്ചിട്ട് പ്രത്യേക ഒരു എന്താ പറയുക, എല്ലാവരും ഷോപ്പിംഗ് ചെയ്യണ് ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ തലേന്ന് പുറത്തിറങ്ങി. മെഹന്തി തീരെ ചുവപ്പ് കളറായിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് പണിയുള്ളതിനെ കൊണ്ട് നേരത്തെ ആ ഒരു ഇത് ഞാൻ ഒഴിവാക്കി. അതുകൊണ്ടാണ് തോന്നുന്നത് മെഹന്തി വല്ലാതെ തന്നെ ചോന്നിട്ടില്ല. പിന്നെ പണ്ടത്തെ ഒരു മെഹന്തിക്കൊക്കെ ഒരു നല്ലൊരു സ്മെല്ലായിരുന്നു. ആ ഒരു പെരുന്നാളിൻ്റെ ഫീൽ തന്നെ കിട്ടുക. ആ മെഹന്തി ഇങ്ങനെ കളഞ്ഞ് മേലെ വെളിച്ചെണ്ണൊക്കെ തേച്ച്. പക്ഷെ ആ ഒരു മെഹന്തിൻ്റെ സ്മെല്ല് ഞാനിപ്പോൾ എത്ര മെഹന്തി വാങ്ങിച്ചിട്ടും കിട്ടുന്നില്ല. ആരെങ്കിലും അങ്ങനെ നല്ല മെഹന്തിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. എനിക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ നൊസ്റ്റാൾജിക്കൽ സ്മെല്ലുണ്ടല്ലോ, അതിപ്പോൾ ഇല്ല. അപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ 6 മണിക്കാട്ടോ ഇവിടെ പെരുന്നാൾ നിസ്കാരം. ഇപ്പോൾ ഷാർജയിലാണ് ഞാൻ നിൽക്കുന്നത്. ഷാർജയിലൊരു ടൈം, ദുബായിലൊരു ടൈം, അജ്മാലിൽ വേറെ ടൈം, അങ്ങനെ ടൈമിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പം 6 മണിക്കാണ് ഇവിടെ. 6 മണി ആവാനാവുമ്പോഴാട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ കുറച്ച് ഇഷ്യൂസ് കാരണം കൊണ്ട് പെരുന്നാൾ നിസ്കാരം പുറത്തുനിന്നില്ല, പള്ളീൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് വേഗം എത്താൻ പറ്റി. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാനൊക്കെ പറ്റിട്ടോ. ഈ ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം സത്യം പറയാൻ ഈ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ് ആ ഒരു സ്ഥലം, ആ ഒരു എന്താ പറയുക, എനിക്കൊരു പോസിറ്റീവ് വൈബാട്ടോ അവിടെ പോയി നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമാണ് മിഠായി കിട്ടല്, പക്ഷെ ഞങ്ങൾക്കും എന്താ കിട്ടി എന്താണെന്നറിയില്ല. അവിടെ ഇങ്ങനെ വെയിറ്റ് ആക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ തന്നിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഇനി അടുത്ത പരിപാടികളൊക്കെ നോക്കണം. പുട്ടും ബീഫാട്ടോ രാവിലെ തന്നെ കഴിക്കാൻ. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ പുട്ടും ബീഫും പപ്പടം അതന്നെ കാലങ്ങളായിട്ട് അതന്നെ ഞാനും ഫോളോ ചെയ്യണത്. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്. എൻ്റെ ഈ ഒരു ചുരിദാർ ഫ്രണ്ട്സിൻ്റെ കളറിന് മാച്ച് ആക്കിയിട്ടാണ് എടുത്തത്. ഇവരെ ഈ ഒരു വൈറ്റ് കളറിന് മാച്ച് ആക്കിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വൈറ്റ് കളർ കണ്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ബിരിയാണീൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ ഭയങ്കര സ്ലോയിലാണ് കുക്ക് ചെയ്യുക കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയെങ്കിലും കുക്കിങ് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചിക്കൻ തന്നെ ആയതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ച്. അപ്പോൾ ഫിഷ് ഫ്രൈയും ബീഫ് ബിരിയാണി പിന്നെന്താ ചെമ്മീൻ ഫ്രൈ ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കൊടുക്കാനുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ഹസ്ബൻഡ് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ചെമ്മീൻ ഫ്രൈയും കൂടി ആയിട്ട് വേണം ഇത് കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത് എനിക്ക് ഉണ്ടാക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് പിറ്റേന്നത്തെ വീഡിയോ കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞതിന് പിറ്റേന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ പുറത്ത് പോയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ചെറുതായിട്ട് മഴ പെയ്താണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്. അതിലിങ്ങനെ കുട്ടികൾ പേപ്പർ വെച്ചിട്ട് തോണി ഉണ്ടാക്കി കളിച്ചതൊക്കെ കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ചൂട് സ്റ്റാർട്ടാവാനായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഈ ഇലകളൊക്കെ ഈ പച്ച കളറിലുള്ള ഇലകളൊക്കെ മഞ്ഞ കളറിലായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് താഴെ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോയിൽ എത്ര എടുത്ത് കാണിച്ചിട്ട് അത് കാണുന്നില്ലേ. എനിക്ക് എന്താ പറയുക, എന്തെങ്കിലും മനസ്സിലൊരു
ഒരു മൂഡ് ഓഫൊക്കെ ആവണ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രകൃതി രമണീയത ഇഷ്ടപ്പെടുന്ന ആളാട്ടോ ഞാൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമാണ്. പക്ഷെ ഞാനത് വീഡിയോയിൽ ഇങ്ങനെ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു വൈബ് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു പ്രത്യേക ഒരു നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ മൂഡ് ഓഫ് ആവണ സമയത്തൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആ ഫോണൊന്ന് മാറ്റി വെച്ചാൽ ഒരു പ്രത്യേക ഫീലാട്ടോ. ഫോണ് മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ ഞാൻ അധികം എന്തെങ്കിലും മൂഡ് ഓഫ് ആവുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയ സ്ഥലത്ത് ഭയങ്കര തിരക്കാണ്. അപ്പം ആൾക്കാർ ലൈനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് മാറാം. അവിടെ അപ്പം സാധാ നോർമൽ ചോറുണ്ടോ ചോദിച്ചപ്പം ഇല്ലാന്നാണ് പറഞ്ഞത്. ബിരിയാണി നെയ്ച്ചോറൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈന് നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തപ്പി ഒരുവിധ സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. കാരണം എല്ലാവരും നേരത്തെ വന്ന് കഴിച്ചു വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു 10 മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ നോർമൽ ചോറും കറിയൊക്കെ കഴിക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ നെയ്ച്ചോറും ഇതും തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ടോ. ഞങ്ങളിങ്ങനെ നല്ല ചോറ് സാമ്പാറൊക്കെ പ്രതീക്ഷിച്ച് വന്നതായിരുന്നു. പക്ഷേ സാധാ ചോറല്ലാതെ നെയ്ച്ചോറ് കഴിക്കേണ്ടി വന്നു. സാരമില്ല, എന്നാലും നെയ്ച്ചോറും കറിയൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ ഫിഷിൻ്റെ ഐറ്റംസൊക്കെയാണ് അതിലേക്ക് കൂട്ടിയത്. പെരുന്നാൾ ഫുള്ളാവണമെങ്കിൽ ബീച്ചിലും കൂടി ഒന്ന് പോകണമല്ലോ. അപ്പം ഇന്ന് അജമാലിലെ ബീച്ച് വരെ ഒന്ന് പോവാം കേട്ടോ. പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമ്മളെ നാട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും. ബ്ലോക്കും കോഴിക്കോട് ബീച്ചിൻ്റെ അമ്മേ എന്തോരം തിരക്കാണെന്നറിയാം. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും എല്ലാവരും വരും ചെയ്യും കേട്ടോ. ഒരു പെരുന്നാളിന് ബീച്ചിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പണ്ടത്തെ പെരുന്നാളിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ മെമ്മറീസ് ഉണ്ട്. എന്താ പറയുക, ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള പെരുന്നാൾ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. സിബ്ലിങ്സിൻ്റെ കൂടെയുള്ള അടിയും പിന്നെ മെഹന്തി ഇടാൻ പോക്കും പിന്നെ ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ സ്മെല്ല് ചെയ്യണതും പക്ഷേ ഭയങ്കര ഫീലാണ്. പക്ഷെ ഇപ്പോഴും മാഷാ അല്ലാ ഇപ്പോഴത്തെ പെരുന്നാളും കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡിൻ്റെ മോൻ്റെ കൂടെയുള്ള പെരുന്നാളും എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ. മറ്റേതൊരു മെമ്മറിയാണ്. അപ്പോൾ ഈ നമ്മളെ കോഴിക്കോട് ബീച്ചിലുള്ള അതേപോലെ ആൾക്കാർ അത്ര തന്നെ ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ എന്താ പറയുക, അങ്ങനെ മറ്റേ ഉപ്പിലിട്ടതും മറ്റേ നമ്മളെ ആ ഒരു കല്ലുമ്മക്കായും ചായയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. പക്ഷെ ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ നമ്മളെ ആകാശത്തിൻ്റെ ഒരു കളറൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആ ഒരു കടലിൻ്റെ കളറുണ്ടല്ലോ, അതൊരു നല്ല ബ്ലൂ കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് എന്താ പറയുക കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബീച്ചിലത്തെ ആ ഒരു വൈബ്. ഞാൻ ഈ പോണ സമയത്ത് ഇതിൻ്റെ മേലെ ഈദ് മുബാറക്ക് എന്ന് എഴുതിയിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ അത് പോയി. വണ്ടികളൊക്കെ ബ്ലോക്കിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ ഈദ് മുബാറക്ക് വീഡിയോ എടുക്കാൻ. പക്ഷെ അതിങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയില്ല എന്നുള്ള ലെവലെത്തിയപ്പോഴത്തേക്കും ആ ഒരു ഈദ് മുബാറക്ക് നല്ലത് എഴുതിയത് പോയി. അപ്പോൾ അതാ എൻ്റെ പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബായ്.